നമസ്കാരം, ഞാൻ ഡോക്ടർ ബീന. പറയാതെ വയ്യ എന്ന എൻ്റെ പുതിയ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അഹങ്കാരം ഒരു വ്യക്തിയെ എവിടെ എത്തിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. അഹങ്കാരം എന്ന ഭാവം മനുഷ്യൻ്റെ ഉള്ളിൽ ഉയർന്നു വരുന്ന ഒരു സ്വയം കേന്ദ്രീതമായ മനോഭാവമാണ്. മനുഷ്യൻ തൻ്റെ സ്വന്തം കഴിവുകൾ, അറിവ്, പദവി, സമ്പത്ത്, സൗന്ദര്യം, ശക്തി മുതലായവയെ അധികം വിലമതിച്ച് മറ്റുള്ളവരെ താഴെയായി കാണുകയും താൻ മാത്രം ശ്രേഷ്ഠനെന്ന് കരുതുകയും ചെയ്യുമ്പോഴാണ് അഹങ്കാരം രൂപപ്പെടുന്നത്. അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. എനിക്ക് മാത്രമേ ശരിയുള്ളൂ എന്ന തോന്നൽ. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വിലകുറച്ച് കാണുന്നു. ചെറുതായ കാര്യങ്ങളിലും മേൽക്കോയ്മ തെളിയിക്കാൻ ശ്രമിക്കുന്നു. വിനയം, കരുണ എന്നിവ നഷ്ടപ്പെടുന്നു. ചെറിയ തോതിലുള്ള ആത്മാഭിമാനം ജീവിതത്തിൽ ആവശ്യമാണ്, കാരണം അത് വ്യക്തിയെ ആത്മവിശ്വാസിയാക്കുന്നു. എന്നാൽ അതിർത്തി കടന്ന അഹങ്കാരമായി മാറുമ്പോൾ അത് ബന്ധങ്ങളും അവസരങ്ങളും നഷ്ടപ്പെടുത്തുന്നു. ഒറ്റപ്പെടലിലേക്കും ദുരന്തങ്ങളിലേക്കും നയിക്കുന്നു. അഹങ്കാരം ഉള്ളവൻ പലപ്പോഴും പഠനത്തിനും മുന്നേറ്റത്തിനും വാതിലടയ്ക്കുകയാണ്. അതേസമയം അഹങ്കാരം വിട്ട് വിനയത്തോട് ജീവിക്കുന്നവർ കൂടുതൽ സ്നേഹവും ആദരവും നേടുന്നു. ചുരുക്കി പറഞ്ഞാൽ, സ്വയം തിരിച്ചറിയൽ നഷ്ടപ്പെട്ട് ഞാൻ എന്ന ആശയം അധികം പിടിമുറുക്കുമ്പോഴാണ് അഹങ്കാരം ജനിക്കുന്നത്. അഹങ്കാരം കൂടിയാൽ ജീവിതം പലപ്പോഴും അവസാനത്തിൽ ഒറ്റപ്പെടലിലേക്കും പരാജയത്തിലേക്കും പോകുന്നു. അഹങ്കാരം കൂടിയാൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുടുംബത്തിലും സുഹൃത്തുക്കളുടെ ഇടയിലും ജോലിസ്ഥലത്തും ആളുകൾക്ക് അഹങ്കാരമുള്ളവരെ സഹായിക്കാനും സഹിക്കാനും പറ്റാതെയായി വരും. സൗഹൃദം, വിശ്വാസം, സ്നേഹം എല്ലാം അകന്നുപോകും. എല്ലാം എനിക്കറിയാം എന്ന തോന്നൽ കൊണ്ട് പുതിയതൊന്നും അയാൾ പഠിക്കാൻ താല്പര്യം കാണിക്കാറില്ല. കാലത്തിന് പിന്നാലെ പോകാൻ കഴിയാതെ സ്വയം പിന്നിൽ ആയിപ്പോകും. അഹങ്കാരത്തോടെ ജീവിക്കുന്നവർക്ക് ആളുകൾ ആദ്യം ഭയത്താലോ ബാധ്യതയാലോ ചുറ്റും നിൽക്കും. പക്ഷേ കാലക്രമേണ എല്ലാവരും മാറി നിൽക്കും. ആ ഒറ്റപ്പെടലാണ് അവസാനം അയാൾ അനുഭവിക്കാൻ പോകുന്നത്. അഹങ്കാരമുള്ളവർക്ക് ചെറുതായ കാര്യങ്ങളിലും അസ്വസ്ഥതയും ക്രോധവും തോന്നും. മനസ്സിന് സമാധാനവും സന്തോഷവും ലഭിക്കാതെ പോകും. തൊഴിൽ, സൗഹൃദം, കുടുംബം എല്ലായിടത്തും ഞാൻ മാത്രം എന്ന നിലപാട് അവസാനം വേദനയും നഷ്ടങ്ങളും മാത്രമേ അയാൾക്ക് നൽകൂ. വലിയ ഉയരത്തിലെത്തിയാലും താങ്ങായിരിക്കാൻ ആരുമില്ലാതാകുന്നു. അഹങ്കാരം ജീവിതത്തെ ഒറ്റപ്പെടലിലേക്കും അറിവിൻ്റെയും സ്നേഹത്തിൻ്റെയും വാതിലുകൾ അടച്ചിടുന്ന അവസ്ഥയിലേക്കും നയിക്കും. വിനയം മാത്രമാണ് മനുഷ്യനെ ദീർഘകാല വിജയത്തിലേക്കും സന്തോഷത്തിലേക്കും കൂട്ടിക്കൊണ്ടുപോകുന്നത്. അഹങ്കാരത്തെ കുറച്ച് വിനയം വളർത്താൻ സഹായിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ലോകത്തെല്ലാം താൽക്കാലികമാണ്. സ്ഥാനം, സമ്പത്ത്, സൗന്ദര്യം, ആരോഗ്യം എല്ലാം താൽക്കാലികമാണെന്ന് ഓർക്കുക. മറ്റുള്ളവരുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേൾക്കുക. കേൾക്കുമ്പോൾ മാത്രമാണ് അവർ നമ്മോട് അടുപ്പം കാണിക്കുന്നത്. എനിക്ക് തെറ്റുപറ്റി എന്ന് തുറന്നു പറയാൻ കഴിയുന്നത് തന്നെ വിനയത്തിൻ്റെ ഒരു അടയാളമാണ്. അത് മറ്റുള്ളവരുടെ വിശ്വാസവും ആദരവും വർദ്ധിപ്പിക്കും. ചെറിയ സഹായം പോലും മറക്കാതെ നന്ദി പറയുക. നന്ദി പറയുമ്പോൾ ഹൃദയം മൃദുവും വിനയവുമുള്ളതായി മാറും. എല്ലാവരെയും തുല്യമായി കാണുക. ഇത് സ്വാഭാവിക വിനയം വളർത്തും. ധ്യാനം, ആത്മപരിശോധന ഇവ ചെയ്യുക. ചുരുക്കത്തിൽ, വിനയം വളർത്തുന്നത് അഹങ്കാരത്തെ കുറയ്ക്കും. ജീവിതത്തിൽ സന്തോഷവും ആദരവും വർദ്ധിക്കും. ധാരാളം ജീവിതാനുഭവങ്ങളിലുള്ളൊരു വ്യക്തി എന്ന നിലയിൽ അഹങ്കാരം വ്യക്തിയെ എവിടെ എത്തിക്കും എന്ന് ഞാൻ പല സമയത്തും കണ്ടിട്ടുണ്ട്. അതിൻ്റെ ദോഷവശങ്ങൾ ഞാൻ മനസ്സിലാക്കിയതുകൊണ്ടും ആണ് എല്ലാവർക്കും ഉപകാരപ്പെടാൻ വേണ്ടി ഈ ചിന്തകൾ ഞാനിവിടെ പങ്കുവെക്കുന്നത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി, നമസ്കാരം.